ചരിത്ര പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്ര പരിസരത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാൻ ചെങ്കല് രാജശേഖറിന് കരിക്കകത്തമ്മ പുരസ്കാരം സമർപ്പിച്ചു. ഈ മാസം 9-ാം തീയതിയാണ് പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. പുരാതനവും പ്രസിദ്ധവുമായ ഏറെ ക്ഷേത്രങ്ങളുള്ള നഗരമാണ് തിരുവനന്തപുരം. നിർമ്മാണ രീതി കൊണ്ടും ആചാര രീതി കൊണ്ടും തിരുവനന്തപുരത്തെ ഓരോ ക്ഷേത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. അത്തരത്തിൽ നിർമ്മാണ രീതിയിലും ആചാരങ്ങളിലും വ്യത്യസ്തതയാർന്ന ഒരു ക്ഷേത്രം തന്നെയാണ് സത്യത്തിന് കേൾവി കേട്ട കരിക്കകം ചാമുണ്ഡി ക്ഷേത്രം. ക്ഷേത്രത്തിലെ 1-ാം ഉത്സവത്തിന് കുടിയേറിയിരിക്കുകയാണ്. ഇനി അറിയാം ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഓരോ കഥകളും. ഈ വർഷം നടന്ന കരിക്കകം ഉത്സവത്തിന് ഇന്നലെ നടന്ന ചടങ്ങുകളുടെ തുടക്കമായി. നൂറുകണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകളുടെ അകമ്പടിയിലാണ് ഗുരുപൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയത്. ഈ മാസം 9-ാം തീയതി രാവിലെ 9:40 പൊങ്കാല. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല തർപ്പണവും നടക്കും. ഇന്നലെ പുലർച്ചെ 4:20 ദേവിയെ പള്ളി ഉണർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ജാതിയും മതവുമില്ല, മതമാണ് വലുതെന്ന് വിശ്വസിക്കുന്നവനല്ല താൻ, മനുഷ്യ സ്നേഹമാണ് വലുതെന്നും മന്ത്രി പറഞ്ഞു. വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് ഒരു കുടുംബത്തിന്റെ തറവാടിന്റെ ക്ഷേത്രത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ദേവിയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എണ്ണഛായ ചിത്രത്തെ ആണ് ഇവിടെ പൂജിക്കുന്നത്. നട തുറന്ന് തൊഴുക എന്ന് പറയുന്ന ഏറ്റവും വലിയ വഴിപാടാണ്. അതിനുവേണ്ടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരാറുണ്ട്. മാത്രമല്ല കരിക്കകത്തമ്മയ്ക്ക് പ്രത്യേകിച്ച് ജാതി മതമൊന്നുമില്ല എന്നാണ് സത്യം. കരിക്കകത്തമ്മയെ തൊഴാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളും നട തുറച്ച് തൊഴുന്ന പല ആളുകളും ഹിന്ദു അല്ലാത്ത മതങ്ങളിൽപ്പെട്ടവരാണ് എന്നതും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേവി എന്ന് പറയുന്നത് പാറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല ഇടുന്നതിൽ ഹിന്ദുക്കൾ മാത്രമാണ്. കരിക്കകത്തമ്പലത്തിൽ പൊങ്കാലയിടുന്നതും ക്ഷേത്രത്തിൽ നട തുറന്ന് തൊഴുന്നതും രസീതെടുത്ത് പരിശോധിച്ചാൽ അറിയാം പലരും ഹിന്ദുക്കളല്ല എന്നുള്ളത്. സത്യമല്ലേ? അവർക്കറിയാം. അത് ഒരു വലിയ പ്രത്യേകതയാണ്. നമ്മളിപ്പോൾ ഞാനൊരു നല്ല ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാനൊരു മതവിശ്വാസിയാണ് ഉള്ള കാര്യം പറഞ്ഞു. ഞാൻ NSS ഡയറക്ടർ ബോർഡ് മെമ്പറാണ്, നായർ സർവീസ് സൊസൈറ്റിയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. അതിലൊക്കെ ഞാൻ അഭിമാനിക്കുന്നു. പക്ഷേ മതമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ആളല്ല. മനുഷ്യ സ്നേഹമാണ് വലുത് എന്നാണ് ഞാൻ പഠിച്ചത്. മനുഷ്യസ്നേഹമാണ് കരിക്കകത്തമ്മയുടെ ഏറ്റവും വലിയ നമ്മൾ വന്ന് എല്ലാവരും വിശ്വസിക്കുന്നത് ഒരു ദൈവിക ശക്തിയായി നമ്മളെ രക്ഷിക്കുന്ന ഒരു അമ്മയായി നമ്മൾ കാണുന്ന കരിക്കകത്തമ്മയുടെ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടത് പ്രധാന ഉത്സവം വേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ശ്രീ രാജശേഖരന് ഈ പുരസ്കാരം നൽകുന്ന എന്നോട് പറഞ്ഞു രാജശേഖരനാണ് പുരസ്കാരം എന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി. കരിക്കകത്തമ്പലം എന്ന് കടകംപള്ളി പറഞ്ഞു, അത് രാജശേഖരനാണ് പുരസ്കാരം. പിന്നെ എനിക്കൊരു താല്പര്യം ഉണ്ടായി, കാരണം രാജശേഖരൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അതിലുപരി രാജശേഖരൻ ഒരു നല്ല ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒരു മതവിശ്വാസിയും കൂടെയാണ്. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്, ഇത്തിരി ഒരു കൂടിപ്പോയൊരു സംശയം. പക്ഷേ രാജശേഖരൻ ഒരുപാട് ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ നശിച്ചുപോയ പല ക്ഷേത്രങ്ങളെ ഉയർത്തിയെടുക്കുന്നതിനും രാജശേഖരൻ ഒരുപാട് അനുഭവിച്ചു. രാജശേഖരനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയെടുത്ത ഒരു ക്ഷേത്രമാണ് ശംഖുമോഹ ക്ഷേത്രം. ആ ശംഖുമോഹ ക്ഷേത്രം വളരെ അവഹേളിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ രാജശേഖരൻ പറഞ്ഞപ്പോൾ രാജശേഖരൻ ഒന്ന് ഞെട്ടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രം ശംഖുമോഹ ക്ഷേത്രമാണ്. അവിടെ എല്ലാ മതസ്ഥർക്കും കയറാം. ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും അധികം മിശ്ര വിവാഹങ്ങൾ നടന്നിട്ടുള്ള ക്ഷേത്രമാണ് ശംഖുമോഹ ക്ഷേത്രം. ആ ക്ഷേത്രത്തെ മനോഹരമായി കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന് പോലും കഴിയാത്ത വിധത്തിൽ അത് വളരെ സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യമാണ്. രാജശേഖരൻ അത് ചെയ്തു. അപ്പോൾ രാജശേഖരന് ഈ പുരസ്കാരം കൊടുക്കാൻ ഒരു ആത്മീയ ക്ഷേത്രത്തിൻ്റെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ഇത്തരമൊരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന് യോഗ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് വളരെ നല്ല കാര്യമാണ്. രാജശേഖരനാണ് അവാർഡ് നിറഞ്ഞപ്പോൾ ഞാൻ ശരി എന്നാലും പങ്കെടുക്കാം എന്ന് തീരുമാനിച്ചു. എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ നിൽക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ ഭരണസമിതിയിൽ ഇരിക്കുന്നവരെയും ഈ ഭരണസമിതിക്ക് മുമ്പ് ഈ ക്ഷേത്രത്തെ നയിച്ചിരുന്നവരെയും എന്നും എപ്പോഴും കേരളത്തിൻ്റെ ഏത് ഭാഗത്തും പ്രസംഗിക്കുമ്പോൾ ഉയർത്തി പറയാറുണ്ട് എന്നതായിരുന്നു നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ ഉയർത്തി പറയാറുണ്ട് നിങ്ങളെ പറ്റി. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചുറ്റുപാടുമുള്ള കുടുംബങ്ങൾ മാത്രം ഭരിക്കുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തെ, ഒരു ചെറിയ കുടുംബക്ഷേത്രത്തെ ഇത്രയും ഒരു മഹാക്ഷേത്രമാക്കി വളർത്തിയതിൽ ഇപ്പോഴുള്ള ഭരണസമിതി അടക്കം, ഇതിന് മുമ്പ് ഈ ഭരണസമിതി കടന്നു പോകുന്നതിന് ഇവരൊക്കെ
അമ്മമാരും അച്ഛന്മാരും അപ്പൂപ്പന്മാരും ഒക്കെ തന്നെയാണ്, അല്ലാതെ വെളിയിൽ നിന്നാരും വരുന്നില്ല. അവരെ ആ ഒരു സമർപ്പണം ഈ ക്ഷേത്രത്തിൻ്റെ ഈ മഹാക്ഷേത്രം 15 ഏക്കർ സ്ഥലമുണ്ടെന്നാണ് രാജശേഖരൻ പറഞ്ഞത്. 15 ഏക്കർ സ്ഥലത്തിൻ്റെ അല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളും ഇതിൻ്റെ നടത്തിപ്പും ഇതിൻ്റെ ആചാരങ്ങളും കൃത്യമായ പൂജകളും വളരെ കൃത്യതയോടുള്ള പൂജ ഈ ക്ഷേത്രത്തിൻ്റെ ആത്മീയ ചൈതന്യം ഓരോ ദിവസവും വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നതിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി വളരെ പ്രശംസനീയമായ ഒരു റോളുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങൾക്കും കഴിയാത്തതാണ് ഈ ക്ഷേത്രത്തിന്. വിശ്വപ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലുണ്ട്. നടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അത് നടത്തുന്നില്ല ആരും. അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. കാരണം ചില ആളുകളുടെ വിശ്വാസം, ഈ നമ്മളെപ്പോഴും പറയും, ഇപ്പോൾ വലിയൊരു തർക്കം ഉണ്ടായിരുന്നു, ബ്രാഹ്മണൻ പൂജിക്കണം, മറ്റ് സമുദായത്തിൽപ്പെട്ടവർ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റി നിർത്തണം. അതിനൊന്നും ഞാൻ യോജിക്കുന്നില്ല. കാരണം ബ്രാഹ്മണൻ പൂജിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നായർ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറോട് പറയണം, നായർ സർവീസ് സൊസൈറ്റി മറ്റ് ഹിന്ദു വിഭാഗത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി പൂജാവിധി കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനം നടത്തുന്നു. അതായത് താന്ത്രിക വിദ്യാ ഗുരുകുലം നടത്തുന്നുണ്ട്. ആ നായർ സർവീസ് സൊസൈറ്റി എങ്ങനെയാണ് പറയുന്നത്, ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ പൂജിക്കേണ്ട, നായർ പൂജിക്കേണ്ട, ബ്രാഹ്മണത്തിനെ പൂജിക്കണം എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നായർ ഭക്തി വിശ്വാസമുള്ളവർ പൂജിക്കണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ പൂജിക്കുന്ന പല ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലും മലബാറിലും പല സ്ഥലത്തുണ്ട്. അവരുടെ ഒരു ഭക്തി എന്ന് പറയുന്നത് വിസ്മരിക്കാൻ കഴിയുന്നില്ല. അപാരമായ ആ ഒരു ദേവീക്ഷേത്രത്തിലൊക്കെ ദീപാരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ ഞാനൊരു ക്ഷേത്രത്തിൽ പോയി, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് പൂജ ചെയ്യുന്നത്. പക്ഷേ ആ ക്ഷേത്രത്തിൽ നമ്മൾ ദീപാരാധന നടക്കുമ്പോൾ ദേവി ഇങ്ങനെ ഫ്രണ്ട് ഇങ്ങനെ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതൊക്കെ അത്രയ്ക്ക് ഒരു ആത്മീയ ചൈതന്യം. അതായത് ഈ പൂജ ചെയ്യുന്ന ആളുടെ മനസ്സിൽ ദൈവമുണ്ടെന്നുള്ള വിശ്വാസമാണ്. താൻ പൂജിക്കുന്ന വിഗ്രഹം ഒരു കല്ലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശമ്പളത്തിന് മാത്രം ജോലി ചെയ്യുന്നവർ പൂജ ചെയ്താൽ ക്ഷേത്രം അധപ്പതനത്തിലേക്ക് പോകും. ഈ ക്ഷേത്രം അധപ്പതനത്തിലേക്ക് പോകാത്തതും ഉയർച്ചയിലേക്ക് വന്നതും ഇവിടുത്തെ പൂജകൾ കൃത്യമായി, പൂജാരികളാണെങ്കിലും അതിൻ്റെ പരികർമ്മികളാണെങ്കിലും ക്ഷേത്ര ഭരണസമിതിയാണെങ്കിലും എല്ലാം ആചാരത്തെ കൃത്യമായി പാലിക്കുന്നു. ഒരു ക്ഷേത്രത്തിലെ ആചാരങ്ങൾ, അവിടുത്തെ മൂലമന്ത്രം, അവിടുത്തെ ആചാരക്രമങ്ങൾ, ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ആചാരക്രമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ്. ആ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആചാരത്തിൽ അണുവിടെ വ്യത്യാസമില്ല. ആ ആചാരം തെറ്റിയാൽ, നമുക്കറിയാം, ബഹുമാനപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ അത് കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു പ്രായശ്ചിത്ത പൂജ ഗുരുവായൂരിൽ നടത്തി. എന്തിനാണെന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ഒരു കേന്ദ്രമന്ത്രി കൊച്ചിയിൽ വിമാനമിറങ്ങി. ഈ കേന്ദ്രമന്ത്രി എത്തുന്നവരെ ഗുരുവായൂരപ്പൻ്റെ നട തുറപ്പിച്ചു വെച്ചു, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചു. അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് അതിനൊരു പ്രായശ്ചിത്ത പൂജ ശ്രീ കെ കരുണാകരൻ ഗുരുവായൂരിൽ നടത്തി. കാരണം അദ്ദേഹത്തിൻ്റെ സ്വാധീനം, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭരിക്കുന്നവർ അദ്ദേഹം നിയോഗിച്ചവരാണ്, അവരെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. അവരെ മുമ്പിൽ ആ കേന്ദ്രമന്ത്രി വരുന്നുണ്ട്, അരമണിക്കൂറിൽ നട അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, അരമണിക്കൂറിൽ അടച്ചുള്ളൂ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നിരന്തരമായി അലട്ടിക്കൊണ്ടേയിരുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രായശ്ചിത്ത പൂജ നടത്തിയതാണ്. അങ്ങനെ ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിക്കുന്ന ക്ഷേത്രങ്ങളിൽ വലിയ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതും ഭക്തജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതും ആ ദേവി ചൈതന്യമാണ്. ഉപേക്ഷിക്കപ്പെട്ട പല ക്ഷേത്രങ്ങളുമുണ്ട്. അത് ഏറ്റെടുക്കുന്നവർ സമ്പത്തിന് മുന്നിലാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ചുമ്മാ രാജശേഖരനോട് തമാശ പറഞ്ഞു. നമ്മുടെ ട്രസ്റ്റിലെ അംഗങ്ങൾ പുറകെ നിന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞ്, സാധാരണ ഇങ്ങനെ പുരസ്കാരം കൊടുത്താൽ രാജശേഖരനെ മാറ്റി നിർത്തിയിട്ടില്ല, അവിടെ ഒരു ഗോപുരം പണിഞ്ഞു തരണേ എന്ന് പറയും. പക്ഷെ ഇവിടെ അത് പറയില്ല എന്ന് ഇവിടെ അത് പറയില്ല. ഇവിടെ കാണിക്കയിൽ പണം വരുന്നുണ്ട്, വഴിപാടിൽ പണം വരുന്നുണ്ട്. ഒരു പൈസ ചോരാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഭരണസമിതി എന്നെ സംബന്ധിച്ച് അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഴപ്പം കിട്ടാൻ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നൊരു സ്വഭാവമുണ്ട്. ചിലർക്ക് അത് ഇഷ്ടപ്പെടും, ചിലർക്ക് കണ്ടുകൂടാ. ചിലത് പറയും ഞാൻ പറയുന്ന സത്യമാണെന്ന് പറയും. ഞാൻ സത്യമുള്ള പറയും. ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയിൽ ഞാൻ എൻ്റെ നാട്ടിലുള്ള പല ക്ഷേത്ര ഭാരവാഹികളോടും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആ കരിക്കൽ ക്ഷേത്രത്തിലെ ഭരണസമിതി കണ്ടുപിടിക്കും. ഓരോ ദിവസവും ആ ക്ഷേത്രം ഇങ്ങനെ ഉയർന്നുയർന്ന ചിലർക്ക് ഒരു സംഭവമുണ്ട്, പൈസ പിരിച്ചേച്ച്. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം ജയസൂര്യ നിർവഹിച്ചു. വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-23 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ കോട്ടയം നസീറിൻ്റെ കൂടെ, നസീർക്കയുടെ കൂടെ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്ന അമ്പലങ്ങളിലൊക്കെ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ എന്നെ ഒരു സിനിമാ നടനാക്കണേ. അത് ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ അമ്മയുടെ മുമ്പിൽ ഒരു സിനിമാ താരമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ഒരു അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്.
ഗണേശേട്ടൻ സംസാരിച്ചൊരു സ്ഥലത്ത് വന്ന് പിന്നെ വേറെ ആരും സംസാരിക്കണ്ട ഗണേശേട്ടൻ. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഗണേശേട്ടൻ ഓരോ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച്. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഗണേശേട്ടൻ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ തന്നെയാണ് നമുക്ക് ആവശ്യം. അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോഴാണ് കൂടുതൽ ചന്ദ്രശേഖരൻ അവരെ കുറിച്ചിട്ടുള്ള രാജശേഖരൻ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ അറിഞ്ഞിട്ടത് രാധചേച്ചിയുടെ എന്താ പറയുക, അംബിക ചേച്ചി രാധചേച്ചിനൊക്കെയാണ് എനിക്ക് കൂടുതൽ അറിയാം. അതുവഴിയാണ് ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ചാരിറ്റിയും കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു വേദിയായി കൂടി എനിക്കിത് കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ അമ്പലത്തിലേക്ക് എപ്പോഴും ഞാൻ അമ്പലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ ഒരു അമ്പലത്തിൽ പോക്കുന്നതിൻ്റെ ഒരു തുടക്കം ഉണ്ടാവുമല്ലോ. ഞാനും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താണ് ഞാൻ അമ്പലത്തിൽ പോയി തുടങ്ങിയത് എപ്പോഴാണ്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ബർത്ത്ഡേ വരുമ്പോഴോ അല്ലെങ്കിൽ പരീക്ഷ വരുമ്പോഴാണല്ലോ നമ്മൾ സാധാരണഗതിയിൽ ചാക്കിടാൻ വേണ്ടി അമ്പലത്തിൽ പോവുക. ദൈവമേ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, എൻ്റെ പരീക്ഷയല്ല അമ്പലത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥന, അങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങിയത്. പക്ഷേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും പരീക്ഷയ്ക്ക് വലിയ മെച്ചമൊന്നുമില്ല. അതെന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറയുന്നുണ്ട് ആ അമ്പലത്തിൽ നിന്ന് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒരു മാർക്കിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, ഒരു തേങ്ങലും ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ മിക്കവാറും ഞാൻ വിചാരിച്ചു നിരീശ്വരവാദി വരെ ആയി പോകുന്നു. കാരണം അമ്പലത്തിലോടുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു കാര്യമില്ല. ഇത്തവണത്തെ കരിക്കകത്തമ്മ പുരസ്കാരം ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാൻ ചെങ്കൽ രാജശേഖരന് സമർപ്പിച്ചു. ഇനി വരാനിരിക്കുന്ന നാളുകൾ കരിക്കകം നിവാസികൾക്ക് ഉത്സവ മാമാങ്കത്തിൻ്റെതാണ്. ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ദൃശ്യ M5 ന്യൂസ്, തിരുവനന്തപുരം.